ഹായ്, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കിടിലൻ വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെല്ലാവരും ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നവരാണ് അല്ലേ? ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റെപ്പ് അത് എഡിറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യും, പിന്നെ നമ്മൾ ഫോട്ടോസ് വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രോൾ ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നീട് വാട്സപ്പിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പലതും ചെയ്യാറുണ്ട് അല്ലേ? ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പ് അതുപോലുള്ള മറ്റു പല സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇനി ഫോണിലാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ. പക്ഷേ ഈ രണ്ടെണ്ണത്തിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമ്മൾ മാനുവലി ഒരു ഡ്രോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പോർഷൻ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ടൂളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത വേർഷൻ അപ്പം തന്നെ കിട്ടും. വിത്തിൻ സെക്കൻഡ്സ്, ഒരു 5 സെക്കൻഡ് പോലും വേണ്ടെന്നാണ് ഈ വെബ്സൈറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ AI യൂസ് ചെയ്തിട്ടാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോർഗ്രൗണ്ട് ഏതാ ബാക്ക്ഗ്രൗണ്ട് ഏതാന്ന് ഈ AI മനസ്സിലാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ ആ ഒരു ഇമേജ് മാത്രമായിട്ട് നമുക്കിത് തരും. അപ്പോൾ നമുക്ക് ഈ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ടൂളിൻ്റെ പേരാണ് remove.bg. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ആ ഒരു ടൂള്, റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് എ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷനും കാണാം, അതേപോലെ എൻ്റർ എ URL എന്നുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഗാലറിയിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെലക്ട് എ ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാം. ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ആവുന്നുണ്ടായിരിക്കും ഇതിൽ. സോ നമുക്ക് ആ ഒരു ഒറിജിനൽ ഇമേജ് നമുക്കിവിടെ വരും. ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്കിതാ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത വേർഷനും ഇവിടെ കിട്ടും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്നും ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഈ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ മാനുവലായിട്ട് നമ്മളിങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാതെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഈ ഒരു ടൂളിൽ നമുക്ക് കിട്ടും. ഇനി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇതാ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആ ഒരു ഇമേജ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് വേറൊരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ വെച്ച് നോക്കാം. അതായത് ഇതിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പോൾ പിക്സാഡ് എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഫോട്ടോന്ന് നമ്മളത് കട്ട് ചെയ്ത് എടുത്താന്നൊന്നും നമുക്ക് ഈ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് തോന്നില്ല. അത്രയും നല്ല പെർഫെക്ഷനിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഒരു പോർഷൻ സെലക്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ ഒരു ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഒരു 5 സെക്കൻഡ് പോലും നമുക്ക് വേണ്ട ഇങ്ങനെ ഫോട്ടോ ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി, അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഒരു വേർഷൻ കിട്ടും. പക്ഷേ ഈ ടൂളിന് കുറച്ച് പോരായ്മകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ആവുള്ളൂ. അതായത് ആളുകളുള്ള ഇമേജ് മാത്രമേ ഇപ്പോൾ സപ്പോർട്ട് ആവുള്ളൂ. പിന്നീടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കുറവായിരിക്കും. നമ്മൾ എത്ര ഹൈ റെസൊല്യൂഷനുള്ള ഇമേജാണ് നമ്മൾ അപ്ലോഡ് ചെയ്തതെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ ഒരു ഇമേജിന് അത്ര റെസൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.